ഈ അസൈൻഡ് ജെൻഡർ എപ്പോഴും മറ്റൊരാളാണ് അസൈൻ ചെയ്യുന്നത്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ശരീരത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്, പുരുഷന്റെ ശരീരം എന്നുള്ളത്. ശരിക്കും അവിടെ നമ്മൾ ജനനം എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗനോട് കൂടി ആൾക്കാർ ജനിക്കുന്നു എന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ഉള്ളതിനപ്പുറം അവിടെ ഇന്റർസെക്സ് പേഴ്സൺസും ജനിക്കുന്നുണ്ട്. അതായത് ഒരു ശരീരത്തിൽ തന്നെ പുരുഷന്റെയും സ്ത്രീയുടെയും ഒക്കെ അവയവമുള്ള ആളുകൾ. അപ്പം അങ്ങനെ വളരെ വൈവിധ്യമുള്ള ഐ തിങ്ക് 164 ഐഡന്റിറ്റി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ വളരെ ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നമ്മൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു തോട്ട്സ് പലപ്പോഴും വരും. അപ്പോൾ എൻ്റെ ശരീരം അതായിരുന്നില്ല, മറ്റൊരാളാണ് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ ഒരു ശരീരത്തിൽ ജനിച്ച ആളായിരുന്നു എന്ന്.